എന്താ ഇത്ര വലിയ ആലോചന? കൈമളേട്ടാ, എന്താ ഇത്ര വലിയ ആലോചന? രാജലക്ഷ്മി, എന്താ കൈമളേട്ടാ? കൈമളേട്ടാ പറ. നീയൊന്ന് മുറ്റത്തേക്ക് നോക്ക്. എന്താ കൈമളേട്ടാ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത്? ഒന്നുമില്ല. എന്നാ ഞാൻ പലതും കാണുന്നുണ്ട്. സുമുഖനും ആരോഗ്യവാനുമായ ഒരു യുവാവ് ഈ മുറ്റത്തുകൂടിയാണ് സുന്ദരിയും തറവാടിയുമായ ഒരു പെൺകുട്ടിയെ താലികെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവർ സൗഖ്യപൂർവവും അല്ലലില്ലാത്തതുമായൊരു ജീവിതം നയിക്കുന്നതിന് ഈ മുറ്റം തന്നെ സാക്ഷിയായി. അവരുടെ പൊന്നോമന കുഞ്ഞുങ്ങൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ഈ മുറ്റത്താണ് പിച്ചവെച്ച് വളർന്നത്. ജീവിതം ആനന്ദദായകവും ഒരിക്കലും ലഹരി പറ്റാത്ത വീഞ്ഞുപാത്രം പോലെ മധുരിക്കുന്നതാണെന്ന് ആ യുവാവും യുവതിയും കരുതി. എന്നാൽ അവരിപ്പോ എവിടാ രാജലക്ഷ്മി? ജരാനരകൾ ബാധിച്ച് പരസ്പരം കൈകോർത്തു പിടിച്ച് ആളൊഴിഞ്ഞ ഈ മുറ്റത്തേക്ക് നോക്കി നെടുവീർപ്പടക്കി നിൽക്കുന്നു. ഈ മുറ്റത്തോടിക്കളിച്ച പൊന്നോമന കുഞ്ഞുങ്ങളുടെ ജയറാം, അവൻ മുകളിലൊരു നക്ഷത്രമായി. കൈമളേട്ട, ഉഗ്രശാസ്ത്രങ്ങൾ രസിക്കാതെ ജഗദീശും പോയി. സാവിത്രി അവിടെ ലോകത്ത്. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പല പ്രപഞ്ചങ്ങൾ.